ഒരിക്കൽ യാക്കോബിനോട് കർത്താവ് പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്നെ മേൽ മുക്കിക്കളയില്ല, അഗ്നി ജ്വാലയിൽ നടന്നാൽ നീ വെന്തു പോകത്തില്ല. ഹല്ലേലൂയ. വെള്ളം എന്ത് ചെയ്യുന്നു? നമ്മളെ നദി ഒഴുക്കിക്കളയുന്നു. പ്രൈസ് ദി ലോർഡ്. വെള്ളം മുക്കിക്കളയുന്നു, അഗ്നി കത്തിച്ച് നിന്നെ ചാമ്പലാക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തകർത്ത് കളയുമെന്ന് വെള്ളം പോലെ വീശി അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ഭയത്തിന്റെ താഴ്വരകൾ കടന്നു വരുമ്പോൾ ഭക്തരായിരിക്കുന്ന ദാവീദ് പറഞ്ഞു, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ പല കുറിയിരുട്ടുകൾ കടന്നു വന്നു. തന്റെ അമ്മാവനായ ശൗൽ തന്നെ ആക്രമിച്ച് കൊന്നുകളയുവാൻ പദ്ധതിയിട്ടപ്പോഴും ഭയം കൂടാതെ അവരൊക്കെ സ്തോത്രം അവരുടെ മുൻപിലൊക്കെ ജയത്തോടെ നിൽക്കുവാൻ നിർത്തിയത് ശത്രുക്കൾ കാണാത്ത ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒരു മണിക്കൂർ ഒരു ദിവസം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളുമായി ഇരുന്ന് ചെലവഴിച്ച് 2 അധ്യായം വായിച്ച് ഒന്ന് പാടി സ്തുതിച്ച് നോക്കുക. നിങ്ങളെ അലട്ടുന്ന ഭയങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എത്രയോ പാസ്റ്റേഴ്സിനെ എനിക്കറിയാം, എത്രയോ കുടുംബങ്ങളെ അറിയാം. അവർ ഒരു കാലത്ത് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തവരാണ്. സ്തോത്രം. അവരെല്ലാം നന്മകളുണ്ട്. പക്ഷേ ഏതോ തരം ഭയത്തിന് അടിമയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യ സമയത്ത് യേശു പറയുന്നു, അപ്രകാരം ഏതെങ്കിലും ഭയത്തിന് നിങ്ങൾ അടിമയായിരിക്കുന്നെങ്കിൽ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തിക വിഷയമാണോ നിങ്ങളുടെ ഭയം? ഹല്ലേലൂയ. വീടില്ലാത്തതാണോ ഒരു ഭയം? സ്തോത്രം. പത്മോസിന്റെ ഏകാന്തതയിൽ ഭയം കൂടാതെ നിൽക്കുന്ന ഒരു ദൈവം, അത് സ്തോത്രം, ഭയം കൂടാതെ നിൽക്കുന്നതായ സ്തോത്രം ഒരു ദൈവദാസൻ AD 90 ഡൊമിനീഷ്യൻ കൈസർ സ്തോത്രം അതിൽ പലരെയും സ്തോത്ര കുറ്റവാളികളെ സ്തോത്രം കൊലകുറ്റത്തിന് വിധിച്ച് പത്മോസിന്റെ ദ്വീപിൽ വലിച്ചെറിയുമ്പോൾ സ്തോത്രം സുവിശേഷത്തിന് വേണ്ടി നിന്ന 90 വയസ്സുള്ള സ്തോത്രം അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിന്റെ ദ്വീപിൽ സ്തോത്രം തന്നെ വലിച്ചെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടേക്ക് എറിയുമ്പോൾ സ്തോത്രം തനിക്ക് നോക്കാമെങ്കിൽ ഭയപ്പെടുന്നതായിരിക്കുന്ന ഒരു കൂട്ടം അസ്ഥികൂട്ടങ്ങൾ, അനേക മനുഷ്യരുടെ അസ്ഥികൂട്ടങ്ങൾ അവിടെ കിടക്കുകയാണ്. പക്ഷെ ഒന്നും ഭയപ്പെട്ടിട്ടില്ല. തനിക്ക് മനസ്സിലായി ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ എത്തിയത്? യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ ഭയപ്പെടാതെ നിൽക്കുവാൻ കാരണമെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെയെങ്കിൽ ആ യേശു എന്നെ കൈവിടത്തില്ല. പത്മോസിന്റെ ആ ദ്വീപ് എനിക്ക് ഭരണമല്ല, അവിടെ എനിക്കൊരു ജയമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ ഒരു പത്മോസ് പോലെ ഏകാന്തത പോലെ ആരുമില്ലാത്ത ഒറ്റപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. കർത്താവ് പറയുന്നു, പത്മോസ് ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്തു? കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിഷനായി. കാരണം എന്തുകൊണ്ട്? അവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. തന്നെ തളർത്തുവാൻ സ്തോത്രം പലവിധമായ പ്രശ്നങ്ങളുണ്ട്. മറ്റാരും തന്നെ സഹായിക്കാൻ ആരുമില്ല, മറ്റു ശിഷ്യന്മാരാരുമില്ല സ്തോത്രം. പക്ഷെ തനിക്കറിയാം സ്തോത്രം, തന്റെ മാർബോട്, യേശുവിന്റെ മാർബോട് ചേർന്നതായ ആ യോഹന്നാൻ അപ്പോസ്തലൻ, ഹല്ലേലൂയ, താൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മവശനായി അവന് സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി ദർശനം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കയറുക എന്ന് പറഞ്ഞു സ്തോത്രം, ദർശനം കാണിച്ചു. ഹല്ലേലൂയ. ഇനി സംഭവിക്കേണ്ടതിനെ കുറിച്ചുള്ള ആ ദർശനം കാണിച്ചു കൊടുത്തു.